ശാപമോക്ഷം തൊട്ട് കോളിളക്കം വരെയുള്ള അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമാ പേരുകളും കോർത്തിണക്കി അമ്മ ഒരു കഥ പോലെ ഇവിടെ അവതരിപ്പിക്കും. അപ്പോ ഈ കഴിവിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. റെഡി? ശാപമോക്ഷം തൊട്ട് കോളിളക്കം വരെ ഒരു കഥ പോലെ അമ്മ പറയാൻ പോവാണ്. റെഡി? അനേശ്വരനായ താരം ശാപമോക്ഷത്തിൽ കൂടി പുതിയ വെളിച്ചം കാണുവാൻ ആവേശത്തോടെ ഇരുമ്പഴികൾ ചാടി അങ്ങാടിയിൽ വന്നു. മൂർഖനെ ഭയന്ന് കാന്തവലയത്തിൽ കുടുങ്ങി കരിമ്പനയിൽ കയറിയിരുന്ന് അങ്കക്കുറി വരച്ച് താഴെ ഇറങ്ങിയപ്പോൾ മാമാങ്കം കണ്ടു. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ അടവകൾ 18 എടുത്തും കൊണ്ട് ഹേമന്ത രാത്രിയിൽ ശത്രു സംഹാരത്തിന് വേണ്ടി കണ്ണപ്പനുണ്ണി തച്ചോളി അമ്പുവിനെ വകവരുത്തുന്നതിനായി ചന്ദ്രകാസമെടുത്ത് മറ്റൊരു കർണൻ കടത്തനാട്ടു മാക്കത്തിനെ ഏൽപ്പിച്ചു. 2 ലോകം കണ്ട 2 പെൺകുട്ടികളെ അവകാശം പറഞ്ഞ് ഇത്തിക്കരപ്പക്കി രാത്രികൾ നിനക്കു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മിടുക്കി പൊന്നമ്മയെ തടവറയിലാക്കി. അതുവഴി വന്ന മല്ലനും മാധവനും പാൽക്കടൽ കടന്ന് കാവിലമ്മയെ കണ്ട് അഗ്നിപുഷ്പം കൊണ്ട് മാലയാർത്തി മധുരം തിരുമധുരം നേദിച്ചുകൊണ്ട് പുഷ്പരാഗത്തോട് അഞ്ജലി ദേവിക്ക് കൊടുത്തു. സന്ധ്യരാഗം കഴിഞ്ഞപ്പോൾ മദനോത്സവം തുടങ്ങി. സർപ്പം പാട്ടിനായി ലവ് ഇൻ സിംഗപ്പൂരിൽ നിന്നും പട്ടാളം ജാനകിയെ വരുത്തി. അസ്തമയം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു മനുഷ്യൻ വന്നു. ഒരു രാഗം പല താളമായി. അത് അവനോ അവളോ? അവളൊരു ദേവാലയം തന്നെ. അതുകൊണ്ട് അഭിനിവേശത്തോടെ രാജരാജംബരയുടെ രാജാങ്കണം പഞ്ചമി നാളിൽ മഹംബ്രന്ഥ മങ്കയ്ക്ക് സമ്മാനിച്ചു. പിച്ചാത്തിക്കുട്ടപ്പൻ കൽപ്പവൃക്ഷം മുറിക്കുവാനായി പോയപ്പോൾ ആനപ്പാച്ചൻ ചോദിച്ചു, എവിടേക്കാണ്? ഇതാ ഇവിടെ വരെ, അമൃതവാഹിനിയുടെ വീട് വരെ. കന്യക സൂത്രക്കാരിയാണ്, അവൾക്ക് സ്നേഹിക്കാൻ സമയമില്ല, ഇപ്പോൾ ശുക്രദശയാണ്. ലിസി ഏതോ ഒരു സ്വപ്നം കണ്ട് മുക്കുവിനെ സ്നേഹിച്ച ഭൂതമായി മാറി. അനുഭൂതിയുടെ നിമിഷങ്ങൾ കൊണ്ട് അവൾ കണ്ട ലോകത്തേക്ക് പോയി. കാത്തിരുന്ന നിമിഷങ്ങളുമായി ഈ മനോഹര തീരത്തിരുന്നു കൊണ്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, അവനെ ഓർക്കുക വല്ലപ്പോഴും. ആദ്യ പാഠത്തിലെ അച്ചാരാമണി ഓശാര ഓമൻ അടിമ കച്ചവടത്തിനായി പ്രഭുവിനെ കാണുവാൻ സ്നേഹജമിനാട് തീരത്തിരുന്നു. അതുവഴി വന്ന രതി മന്മഥൻ കാമധേനുവിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ അനുപല്ലവി പറഞ്ഞു, ഇവിടെ കാറ്റിന് സുഗന്ധം, അതുകൊണ്ട് കൈവഴികൾ പിരിയാം. അല്ലെങ്കിൽ വേനലിൽ ഒരു മഴ കൊണ്ട് ഇനിയും പുഴ ഒഴുകും, അതുകൊണ്ട് അന്തപുരത്തിലേക്ക് പോകാമെന്ന് വെള്ളയാണി പരമു പറഞ്ഞു. ചുവന്ന ചിറകൾ കൊണ്ട് കഴുകൻ പറഞ്ഞ് ചിറകളിലിരിക്കുന്ന മനുഷ്യ മൃഗത്തിനെ പിടിക്കുവാനായി ദീപം തെളിച്ച നായാട്ടിനായി ഇടിമുഴക്കത്തോടെ പോയപ്പോൾ സഞ്ചാരികളായ പഞ്ചപാണ്ഡവന്മാർക്ക് മോചനം കൊടുക്കുവാൻ സാജൂജ്യത്തോടെ ശാഖര കണ്ട് മീനും വാങ്ങി ജയിക്കാനായി ജനിച്ചവൻ ആക്രമണം കണ്ട ശക്തിയോടെ തീർന്നാളങ്ങളിൽ അകപ്പെട്ട എൻ്റെ ശത്രുക്കളെ രക്ഷിക്കുവാനായി അഭിനയത്തോടെ വെനസു വാസു വന്നു. പൂട്ടാത്ത പൂട്ടു തുറന്നു. ശരപഞ്ചരത്തിൽ കടന്ന് അഗ്നിശരമെടുത്തു. പെണ്ണരും പെട്ടാൽ അവളുടെ ഓർമ്മകൾ മരിക്കുമോ? കല്ലുകാർത്തിയായനുടെ കരിപുറിന്റെ ജീവിതങ്ങൾ അറിയപ്പെടാത്ത രഹസ്യമായി മാറിയതിന് മാപ്പുസാക്ഷി. കുളിളക്കത്തിൽ വിരിഞ്ഞ പൂക്കൾ എന്നേക്കുമായി കൊഴിഞ്ഞുപോയി. ഇനി അത് ഒരിക്കൽ ഉണരുകയിൽ ഇതാണ്ട് എൻ്റെ വിധി. അനേശ്വരന ജയൻ അഭിനയിച്ച ചിത്രങ്ങൾ മാത്രം. നന്ദി, നമസ്കാരം. എല്ലാവരും എണീറ്റ് നിന്ന് അമ്മയെ ഇങ്ങനെ കൈയടിക്കുകയാണ്. സത്യം, എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ കൈയടിക്കാനും ആ സ്നേഹം പങ്കുവയ്ക്കാനുള്ള സത്യം കേട്ടോ. ഇത്രയും പ്രായമായിട്ടും അമ്മ ഒരു വരി പോലും വിടാതെ സ്വന്തമായിട്ട് എഴുതി ഇത്രയും പെർഫോം ചെയ്യണ എൻ്റെ പൊന്നമ്മ, ലവ് യു. എല്ലാവരുടെ സ്നേഹമാണ് കേട്ടോ ഇത്. സൂപ്പർ സൂപ്പർ. ഇതുപോലെ വേറെ എഴുതുവോ? വേറെ എഴുതിയതുണ്ട്, എഴുതി അവതരിപ്പിച്ചതുണ്ട്, പേരുകളുണ്ട്. ഇതുപോലെ തന്നെ. എനിക്ക് വയ്യ, ഭയങ്കര സിനിമ ആരാധികയാണ്. ആദ്യം എനിക്ക് സിനിമ, പിന്നെ നമ്മുടെ ഈ ചാനലുകൾ, ഈ TV ഒക്കെ വരുന്നതിന് മുൻപായിട്ട്